നമസ്കാരം. ഇന്ന് സംസാരിക്കുന്നത് ലെവൽ ക്രോസ് എന്ന സിനിമയെക്കുറിച്ചാണ്. അതിനു മുൻപ് എൻ്റെ 119 സബ്സ്ക്രൈബേഴ്സിന് ഞാൻ നന്ദി പറയുകയാണ്. പുതിയതായി കാണുന്നവർ ദയവായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുമുഖ സംവിധായകനായ അർഫാസ് അയ്യൂബാണ് ഇതിൻ്റെ കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. സൈക്കോളജിക്കൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഈ സിനിമയിൽ 3 കഥാപാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. ആസിഫ് അലി, ഷറഫുദ്ദീൻ, അമല പോൾ എന്ന് കരുതി ഇതിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. 3-ന് പകരം ഒരു 30 കഥാപാത്രങ്ങൾ ഉള്ളതുപോലെയാണ് നമുക്ക് തോന്നുന്നത്. ആസിഫ് അലി അവതരിപ്പിക്കുന്ന രഘു മണലാരണ്യമെന്ന് തോന്നിക്കുന്ന ഏതോ ഒരു ഒറ്റപ്പെട്ട പ്രദേശത്തെ റെയിൽവേയിലെ ഗേറ്റ് കീപ്പറാണ്. ഒറ്റപ്പെട്ട ജീവിതം അയാളെ വളരെ പ്രാകൃതനാക്കിയിട്ടുണ്ട്. അടുത്തെങ്ങും ഒരു മനുഷ്യജീവി പോലുമില്ലാത്ത വിജനമായ ആ പ്രദേശത്ത് അയാൾക്ക് കുറച്ച് കോഴികളും ആടുകളുമൊക്കെയാണ്. അവിടേക്കാണ് ചേതാലി എന്ന ഡോക്ടർ കടന്നു വരുന്നത്. ട്രെയിനിൽ നിന്ന് താഴെ വീണ നിലയിൽ കണ്ടെത്തിയ ചേതാലിയെ രഘു രക്ഷപ്പെടുത്തുകയായിരുന്നു. ഇരുവരും പരസ്പരം പരിചയപ്പെടാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്നുണ്ടെങ്കിലും സിനിമ സഞ്ചരിക്കുന്നത് അവരുടെ ജീവിത പശ്ചാത്തലത്തിൻ്റെ നിഗൂഢതകളിലേക്കാണ്. മനുഷ്യ മനസ്സുപോലെ നിഗൂഢമായ സാങ്കല്പിക ലോകത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നതെന്ന് സിനിമയുടെ തുടക്കത്തിൽ സംവിധായകൻ സൂചിപ്പിക്കുന്നുണ്ട്. എത്ര അടുപ്പമുണ്ടെങ്കിലും ഒരു വ്യക്തിയുടെ ഉള്ളിലെ യാഥാർത്ഥ്യത്തിൻ്റെ 10% മാത്രമേ നമുക്ക് അറിവുണ്ടാവുകയുള്ളൂവെന്നും ബാക്കി 90%വും അജ്ഞാതമായിരിക്കുമെന്നാണ് സിനിമ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം കുറ്റവാസനയുള്ളവർ എപ്പോൾ വേണമെങ്കിലും അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കും. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം പറ്റിപ്പോയതാണെന്ന് പറയുന്നവരെയും മാനസിക നില തെറ്റിയതിൻ്റെ പേരിൽ ചെയ്ത അബദ്ധം എന്ന് പറയുന്നവരെയുമൊക്കെ ഒരു കയ്യകലത്തിൽ നിർത്തുന്നതാണ് ബുദ്ധിയെന്നാണ് സിനിമ പറഞ്ഞു വയ്ക്കുന്നത്. ഇതൊരു ത്രില്ലർ മൂവി ആണെങ്കിലും ഒരു സ്ലോ മോഡിൽ ചിത്രീകരിച്ചിരിക്കുന്നതിനാൽ ചിലർക്കെങ്കിലും ചിലയിടങ്ങളിൽ ലാഗ് തോന്നിയേക്കാം. അത് കഥാപരിസരം ആവശ്യപ്പെടുന്ന ലാഗാണെന്നാണ് എനിക്ക് തോന്നിയത്. രഘുവിൻ്റെ പ്രകടനം ചിലയിടങ്ങളിലൊഴികെ മികച്ചതായിരുന്നു എന്ന് പറയാം. റോണ സേവ്യർ ആയിരുന്നു മേക്കപ്പ്. അത് കഥാപാത്ര രൂപീകരണത്തെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. രഘുവിൻ്റെ ഒരു പല്ലിൻ്റെ മുന്നിലുള്ള റെഡ് കളർ എന്താണെന്നോ എനിക്കൊരു പിടിയും കിട്ടിയില്ല. കഥാപാത്ര പൂർണ്ണതയ്ക്ക് ആസിഫ് അലി നന്നായി എഫേർട്ട് ഇട്ടു എന്നാണ് തോന്നിയത്. മനോഹരമായ ഫ്രെയിമുകൾ ഒരുക്കുന്നതിന് ഛായാഗ്രാഹകൻ അപ്പു പ്രഭാകർ വിജയിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം ചേർന്നു പോകുന്നതും കഥാപാത്രങ്ങളുടെ മാനസിക സംഘർഷങ്ങളെ പൂർണ്ണമാക്കുന്ന മ്യൂസിക്കുമായിരുന്നു വിശാൽ ചന്ദ്രശേഖർ ഒരുക്കിയത്. ഒറീസയിലെ ദമാര എന്ന സ്ഥലത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും കഥ നടക്കുന്ന സ്ഥലം ഏതാണെന്നോ വർഷം ഏതാണെന്നോ സിനിമയിൽ സൂചിപ്പിച്ചിട്ടില്ല. ടുണീഷ്യയിൽ ഷൂട്ട് ചെയ്ത ആദ്യ മലയാള ചിത്രമാണെന്നാണ് എൻ്റെ ഒരു അറിവ്. ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ചിത്രീകരിച്ച് സിനിമയെ വ്യത്യസ്തമാക്കാനുള്ള പ്രൊഡ്യൂസറുടെ ശ്രമത്തെ അഭിനന്ദിക്കുക തന്നെ വേണം. രമേശ് പിള്ളയും സുധാൻ സുന്ദരവും ചേർന്നാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ദീപു ജോസഫാണ് ഇതിൻ്റെ എഡിറ്റർ. പിന്നീട് എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇതിൻ്റെ കലാസംവിധാനമാണ്. രഘുവിൻ്റെ തടി കൊണ്ടുള്ള വീട്, അതിലുപയോഗിച്ചിരിക്കുന്ന പ്രോപ്പർട്ടീസ്, അതേപോലെ ആ വീടിൻ്റെ അടുത്തായി നശിച്ചുപോയ നിലയിൽ കാണപ്പെടുന്ന ഗ്രാമത്തിലെ വീടുകൾ, അവിടെ ഒരു കിണറുണ്ട്, ആ കിണറിലെ കപ്പി, കഴുതയുടെ സ്കെൽറ്റൻ, ഇതൊക്കെ നല്ല രീതിയിൽ ഒരുക്കാൻ കലാസംവിധായകൻ പ്രേം നവാസിന് കഴിഞ്ഞിട്ടുണ്ട്. ഇൻ്റർവെല്ലിലും ക്ലൈമാക്സിലുമൊക്കെ ട്വിസ്റ്റുകൾ ഒളിപ്പിച്ചു വെച്ച് ജോണറിനോട് നീതി പുലർത്താൻ സംവിധായകൻ ശ്രദ്ധിക്കുന്നുണ്ട്. പയ്യെ പയ്യെ എന്ന് തുടങ്ങിയ പാട്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. വിനായക് ശശികുമാറാണ് ഇതിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത്. പാടിയത് ദേവു മാത്യു. റിവ്യൂ കാണുന്നവർ ഈ പാട്ടൊന്ന് കേട്ട് നോക്കണം, എന്തായാലും ഇഷ്ടപ്പെടും. അമല പോൾ പാടിയ മറ്റൊരു ഗാനം കൂടി ചിത്രത്തിൻ്റെ അവസാനം കടന്നു വരുന്നുണ്ട്. ഗ്രാമത്തിലെ മനുഷ്യരെയൊക്കെ കൊന്ന തലകുത്തി നടക്കുന്ന ഭൂതം ആരാണെന്ന് അറിയണമെങ്കിൽ ചിത്രം തിയേറ്ററിൽ പോയി കാണുക. ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു നല്ല അനുഭവമായിരിക്കും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ആദ്യമായി കാണുന്നവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു സിനിമയുമായിട്ട് പിന്നെ വരാം.